പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്തു. 450 യാത്രക്കാരെ ബന്ദികളാക്കി. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ തട്ടിയെടുത്തത്. ട്രെയിനിൽ 100ഓളം പാക് പട്ടാളക്കാർ ഉണ്ടായിരുന്നതായും വിവരങ്ങൾ. സംഭവത്തിൽ 11 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ക്വറ്റയിൽ നിന്ന് പെഷ്വാറിലേക്ക് പോയ ജാഫർ ട്രെയിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ്. ഈ ട്രെയിൻ തട്ടിയെടുത്തതിൻ്റെയും എല്ലാം ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയും പാക് പട്ടാളവും തമ്മിൽ വലിയ സംഘർഷം, ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? നിലിമ, ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ആക്രമണം സംബന്ധിച്ച് ലഭ്യമാകുന്നു എന്നതാണ്. ഏറെ ഗൗരവമർഹിക്കുന്ന ചില നീക്കങ്ങളാണ്, അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മഷ്കാഫ്, ദാദർ, ബോലൻ, അതായത് ഈ പ്രദേശങ്ങളിലെ 3 ഇടങ്ങളിൽ ഈ ട്രാക്കിൽ ബോംബ് സ്ഥാപിച്ച്, അത് ബോംബും അതുപോലെ സ്ഫോടക വസ്തുക്കളും സ്ഥാപിച്ച് ഈ ട്രാക്ക് തകർത്തതിന് ശേഷമാണ് ഈ അപകടമുണ്ടായത്. ഇതിൽ ഒരു ബോഗി മറിയുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ മറിഞ്ഞ ബോഗിയിലും കുറേ പേർ അകപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്. പാകിസ്ഥാനിലെ മന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായി പറയുന്നത് 450 പേർ ആ ട്രെയിനിലുണ്ടായിരുന്നു. 450 പേരെയും ബന്ദികളാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ 100 പട്ടാളക്കാരുണ്ട് എന്നതും വസ്തുതയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 3-4 മണിക്കൂറായി ഈ പ്രശ്നം, സങ്കീർണാവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. ഈ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ ഒരു ടണൽ മാർഗം വിവിധ ടണൽ വേകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഒരു ടണലിൽ നിന്ന് പുറത്ത് കടന്ന വേളയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ലോക്കോ പൈലറ്റിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ വന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് 11 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായൊരു വെടിവെപ്പ് ട്രെയിനിനകത്തേക്ക് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു കടുത്ത ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗമായി നടത്തുന്ന പല പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെച്ചില്ലെങ്കിൽ ഈ 450 ബന്ദികളാക്കപ്പെട്ടവരെയും കൊലപ്പെടുത്തുമെന്ന നിലപാട്, അതിൽ പട്ടാളക്കാരടക്കം ഉണ്ട് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. വളരെ ആസൂത്രിതമായൊരു ആക്രമണമാണ് പദ്ധതി പ്ലാൻ ചെയ്തത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു പ്രത്യേക ഗൗരവമേറിയ റിമോട്ടായ സ്ഥലത്ത് ഈ ആക്രമണം നടത്താൻ തിരഞ്ഞെടുക്കുകയും ആക്രമണം അവിടെ നടക്കുകയും ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. 450 പേർ ബന്ദികളായി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർമിക്ക് നേരിട്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ കൂടി റിമോട്ടായ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ, അതായത് ഒരു തുരങ്കത്തിന് സമീപം വെച്ചാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ട്രെയിനിനകത്ത് 100ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവരെയെല്ലാം ബന്ദികളാക്കിയിരിക്കുകയാണ് BLA എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ട്രെയിനിനുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ബന്ദികളാക്കിയിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, പല രീതിയിലുള്ള ആ മേഖലയിലുള്ള ആ ഒരു പ്രദേശങ്ങളിലെല്ലാം തന്നെ പല സൈനിക നടപടികളും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ നിർത്തിവെക്കണമെന്ന ഒരാവശ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാഫർ എക്സ്പ്രസിൻ്റെ ആ റൂട്ടിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്വറ്റയിൽ നിന്നും പെഷവറിലേക്കുള്ള റൂട്ടിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കടുത്ത ആക്രമണം നടത്തുകയായിരുന്നു. ഈ ആക്രമണം നടത്തി ട്രെയിൻ ഒരു വിധത്തിലും തങ്ങളുടെ നിയന്ത്രണ പരിധിയിൽ നിന്നും വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ട്രാക്കുകൾ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന വലിയൊരു ആസൂത്രണമാണ് നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പട്ടാളത്തിന് ഈ ഹോസ്റ്റേജസിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നു. അവരുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു എന്ന തരത്തിലാണ് അവിടെ നിന്ന് വാർത്തകൾ വരുന്നത്. തീർച്ചയായും ഉടൻ തന്നെ പാകിസ്ഥാൻ ആർമി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. എങ്കിലും ആ ഇടപെട്ടതിനെ കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ പ്രശ്നം, അതീവ ഗുരുതരമായ ഈ പ്രശ്നത്തിൽ കാര്യമായ ഇടപെടൽ ആർമി ഉടൻ തന്നെ നടത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആർമി അവിടേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴേക്കും ഇത്തരത്തിലൊരു ഭീകരമായ അന്തരീക്ഷം, അതായത് 450 പേരുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയായിരിക്കുമെന്ന വളരെ കൃത്യമായൊരു മുന്നറിയിപ്പ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായതോടെ ഈ നീക്കം
ദുരന്തം കുറെ കൂടി മയപ്പെടുത്തുകയായിരുന്നു. എന്നാലും സൈനിക നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അറിയിക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി മോഹ്സിൻ നഖ്വി ഇക്കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗൗരവമായ ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്. 450 പേർ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. 100 പേർ പട്ടാളക്കാരുമാണെന്നാണ് വിവരം. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്തു. 450 യാത്രക്കാരെ ബന്ദികളാക്കിക്കൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സർജിക്കൽ സ്ട്രൈക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. പാക് പട്ടാളക്കാർ ട്രെയിനിൽ ഉണ്ടായിരുന്നതായും വിവരങ്ങളുണ്ട്. സംഭവത്തിൽ ഇതുവരെ 11 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.